എന്നാ ഒരു കടലാസ് കൊണ്ടുവച്ചൊന്ന് എടുത്തോ? ഇല്ല. ഇല്ലാന്ന് പറഞ്ഞാൽ പറ്റുമോ? പള്ളിയിൽ നിന്ന് കിട്ടിയതാ. എവിടെ വെച്ചതാ? ഒരു പേപ്പറാണ്. പള്ളിന്നാ? ഞാൻ ഇതിൻ്റെ പുറത്ത് എന്നിട്ട് ഇത് മുകളിലേക്ക് വെച്ചു. ഇവിടെ പേപ്പറൊന്നും കണ്ടില്ലല്ലോ. താഴെ അവിടെ അടുത്ത് വീണ് കിടപ്പുണ്ടോടാ? വീട് പോകാതിരിക്കാനാണ് ഞാൻ ഇതിൻ്റെ പുറത്തേക്ക് ഇത് വെച്ചത്. ചേട്ടൻ്റെ അവിടെ നിന്ന് ഒരു പേപ്പർ കിട്ടിയാ? പള്ളിന്ന് കൊടുത്തു വിട്ടതാ. അത് കിട്ടിയായിരുന്നോ? അത് പഞ്ചായത്തിൽ നിന്ന് കര അടയ്ക്കണ പേപ്പർ അല്ലാണ്ട് പള്ളിന്ന് കൊണ്ട് തന്നല്ല. ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. രാവിലെ എഴുന്നേറ്റപ്പോഴേ ഭയങ്കര തലവേദനയായിരുന്നു. രാവിലെ അല്ല, ഇന്നലെ കിടക്കാൻ നേരത്തെ തലവേദനയായിരുന്നു. ഇന്നലെ ചേട്ടൻ എന്നോട് പറഞ്ഞത് ആവി പിടിച്ചിട്ട് കിടക്കാൻ, പക്ഷെ ഞാനത് കേട്ടില്ല. ഞാനോർത്ത് ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തലവേദനയൊക്കെ പോയിക്കോളൂന്ന്. പക്ഷെ നല്ല രീതിയിൽ കഫമുണ്ട് കേട്ടോ. ടെൻഷനും വിഷമവും മനപ്രയാസവും ഡിപ്രഷനും എല്ലാം കൂടിയുള്ള ഒരവസ്ഥയുണ്ട് എനിക്ക് ചെറുതായിട്ട്. അപ്പം അതുകൊണ്ടൊക്കെ ഉണ്ടായ തലവേദനയൊക്കെ, അതിൻ്റെ കൂടെ കഫക്കെട്ടും കൂടെ ഉള്ളപ്പോൾ പൂർത്തിയായി. പിന്നെ ചേട്ടനും തലവേദന ഉണ്ടായിരുന്നു. ചേട്ടനും അതിൻ്റെതായ കഫക്കെട്ടും കാര്യങ്ങളും ചുമയൊക്കെ ഉണ്ട്. പിന്നെ ചേട്ടന് ഇടയ്ക്കിടയ്ക്ക് മഴ നനയാറും ഉണ്ട്. അതുകൊണ്ട് ചേട്ടൻ്റെ അനുസരണക്കേടും കൊണ്ടാണ് ചേട്ടന് ചുമ വന്നത്. എനിക്കിപ്പോൾ ഇങ്ങനെ കുത്തി കുത്തി ചുമ വന്നുകൊണ്ടേ ഇരിക്കുക. ഞാനതുകൊണ്ട് ഇന്ന് എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ആവി പിടിക്കുവാണ് ചേട്ടോ. അപ്പം ആവി പിടിക്കണ മരുന്ന് ഇന്നലെ നമ്മൾ വാങ്ങിയായിരുന്നു. തറവാട്ടിൽ ചാച്ചനെ കാണാനായിട്ട് വൈകിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം തിരിച്ചു വന്ന വഴിക്ക് നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ കയറിയിട്ട് ഈ ആവി പിടിക്കണ മരുന്ന് വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത്. ഒരു ഷീറ്റ് വാങ്ങി. അങ്ങനെ ഇതിനകത്താണ് നമ്മൾ ആവി പിടിച്ച്. ഇന്നലെ ചേട്ടൻ ആവി പിടിച്ചതിൻ്റെ ബാക്കിയായിരുന്നു. പിന്നെ എനിക്ക് ചുമയുടെ മരുന്ന് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഞാൻ മാറ്റി വെച്ച സാധനമാണ്. അത് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം വീണ്ടും കൈ കൊണ്ടെടുത്തിട്ടുണ്ട്. ഇതൊരു 2-3 ആഴ്ച മുമ്പ് എങ്ങാണ്ട് മുതലക്കുട ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ തന്നതാണ്. അപ്പം അത് കഴിക്കാൻ എൻ്റെ ചുമയും പനിയൊക്കെ മാറിയെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ കഴിക്കാതെ ഇരിക്കുമായിരുന്നു. ഇതിൻ്റെ ആ ടേസ്റ്റ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ലായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. ചുമ മാറണമല്ലോ. അപ്പോൾ അങ്ങനെ. പിന്നെ ഇന്നത്തെ കുക്കിങ് മൊത്തം ചേട്ടനാട്ടോ. ചേട്ടനാണ് ഇന്ന് കുക്ക് ചെയ്യാനായിട്ട് വന്നത്. ആൻസൂട്ടൻ എഴുന്നേറ്റ് ഇതിലേക്ക് നടക്കുന്നുണ്ട്. അമ്മച്ചി അവിടെ നിന്ന് എഴുന്നേറ്റ് പതുക്കെ നോക്കി നിൽക്കുന്നുണ്ട്. ആൻസൂട്ടൻ ഇവിടെ വന്നിട്ടുണ്ട്. അമ്മച്ചി നോക്കി നിൽക്കുമെന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചി കയറി പോകുമല്ലോ, വാതിലടച്ച് അവിടെ നിന്നും ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ എന്തുവാ, അമ്മച്ചി ടോയ്ലറ്റിൽ പോണതാ. അമ്മച്ചി എന്നാ ഇല്ല. ഇല്ലാന്ന് പറഞ്ഞാൽ പറ്റുമോ? പള്ളിയിൽ നിന്ന് കിട്ടിയതാ. എവിടെ വെച്ചതാ? ഒരു പേപ്പറാണ്. പള്ളിന്നാ? ഞാൻ ഇതിൻ്റെ പുറത്ത് എന്നിട്ട് ഇത് മുകളിലേക്ക് വെച്ചു. ഇവിടെ പേപ്പറൊന്നും കണ്ടില്ലല്ലോ. താഴെ അവിടെ അടുത്ത് വീണ് കിടപ്പുണ്ടോടാ? വീട് പോകാതിരിക്കാനാണ് ഞാൻ ഇതിൻ്റെ പുറത്തേക്ക് ഇത് വെച്ചത്. ചേട്ടൻ്റെ അവിടെ നിന്ന് ഒരു പേപ്പർ കിട്ടിയാ? പള്ളിന്ന് കൊടുത്തു വിട്ടതാ. അത് കിട്ടിയായിരുന്നോ? അത് പഞ്ചായത്തിൽ നിന്ന് കര അടയ്ക്കണ പേപ്പർ അല്ലാണ്ട് പള്ളിന്ന് കൊണ്ട് തന്നല്ല.
അപ്പോൾ ചേട്ടൻ ദാ ഇവിടെ ഭയങ്കര കുക്കിങ്ങിലും കാര്യത്തിലൊക്കെയാണ്. അപ്പോൾ കുറച്ച് ഇന്നലെ നമ്മൾ കുഴിമന്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ചിക്കൻ്റെ ഈ എല്ലുള്ള ഭാഗമൊന്നും കഴിക്കൂല. അപ്പോൾ എനിക്കിങ്ങനെ വേർപ്പെടുത്തി തന്നാലേ കഴിക്കുള്ളൂ. ഇതിന് വായും പൊളിച്ച് നിൽക്കാൻ അവൻ അങ്ങനെയല്ല, കടിച്ച് വറച്ച് കഴിക്കണം. അപ്പം എല്ല് മൊത്തം നീ പറക്കിക്കൊണ്ട് പൊക്കോ, ഇറച്ചി മൊത്തം ഞാൻ തിന്നോളാം. ഇത് കുബൂസോ? ഫുൾ പീസാ? ഫുൾ പീസ് ദേ, ഇതൊക്കെ ഫുൾ പീസാ. ഇതൊക്കെ എടുത്തോണ്ട് പോക്കോ. അതെ, അതൊരു ഫുൾ പീസ്. ഈ പീസിൻ്റെ ഫുള്ളാണിത്, ഇതേ പീസിൻ്റെ ഫുള്ളാണ് അത്. അങ്ങനെ ഓരോ പീസും എടുക്കുമ്പോൾ അത് ഫുൾ പീസായി. അറിയാണ്, നിനക്ക് കറി കോരാൻ ഇതുവരെ അറിയാൻ പാടില്ല. നിനക്ക് നല്ലൊരു സ്പൂൺ തന്നുകൂടെ എന്ന്. ചേട്ടനെ അടുക്കള കയറ്റിയ ചേട്ടൻ എല്ലാ കാര്യവും ഉണ്ടാക്കും, എല്ലാം ചെയ്യും. പക്ഷെ ചേട്ടൻ അങ്ങ് ദേഷ്യം വരും. ഞാൻ അടുക്കള കയറുമ്പോൾ എനിക്ക് ദേഷ്യമൊന്നും വരാറില്ലല്ലോ. എന്നെ കണ്ടുപഠിക്കും. ഈ മുഖത്തേക്ക് നോക്കൂ, ഇങ്ങോട്ട് നോക്ക. ആ എനിക്ക് കുത്തി ചുമ വരുക. ഞാൻ എങ്ങനെ പിള്ളേർ റൈസ് അവന് വേണ്ടി മാത്രം മതി, എനിക്ക് വേണ്ട. ഓ അല്ലെങ്കിൽ ഇച്ചിരി കൊണ്ടുപോകാല്ലേ, രാവിലെ കഴിക്കാല്ലേ. എന്നാ എനിക്ക് ചേട്ടന് വേണ്ട, ചേട്ടനെ കൊണ്ടുപോക്കോ. അപ്പം അത് മൊത്തം ചൂടാക്കി വെച്ചേക്കണ്ട. ആവി കയറ്റുവാണോ? വാഴയില വേണോ? അപ്പം ഞാനൊരു വാഴയില വെട്ടാനായിട്ട് പോവുകയാണ്. ആരൊക്കെ എൻ്റെ കൂടെ വാഴയില വെട്ടാൻ വരും? കാലത്ത് നല്ല മഞ്ഞാണ്, ഇന്നലെ നല്ല മഴയായിരുന്നു. അപ്പം ഞാൻ പോകുന്ന സ്ഥലങ്ങൾ കാണിച്ചത്. ഇതാ പുല്ല് അതുപോലെ മെത്തിക്കേറി മഴക്കാലത്ത് വന്നിട്ടുണ്ട്. ഇതിപ്പം എതിൽ നടക്കും എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. ഇവിടെയൊക്കെ വെണ്ട നട്ടിട്ടുണ്ട്, ഇനി അതിൻ്റെ ചോടൊക്കെ തെളിക്കാനുണ്ട്. ഓ തുമ്പ നിൽക്കണുണ്ടോ? തുമ്പയും തുളസിയും കുടമുല്ലപ്പൂവും. തുമ്പയാണത് സുഹൃത്തുക്കളെ, തുമ്പ. അപ്പോൾ അതെ ഇവിടെ ചീനി, അതായത് കാന്താരിയുടെ ചെടിയുണ്ട്. മത്ത ഇങ്ങനെ പോയിട്ടുണ്ട്, പക്ഷെ ഒരു മത്തക്കുരു പോലും പിടിച്ചിട്ടില്ല. ഈ നല്ല മഴയല്ലേ. പിന്നെ ദേ ഈ ചെടി ഇവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതാ ഈ പൂവ്, വാവ്, കമ്മൽ പൂവ്. പിന്നെ ദേ നമ്മുടെ മുരിങ്ങ. ഇങ്ങോട്ട് വന്നിട്ട് കുറേ നാളായല്ലേ. നമ്മുടെ മുരിങ്ങ ദാ ഇത്രയും വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മുരിങ്ങ ഇതാണ്. അപ്പം ഞാൻ വാഴയില വെട്ടിക്കൊണ്ട് വന്നിട്ട് വേണം ചേട്ടന് റൈസ് ചൂടാക്കാൻ. ഇതേ നമ്മുടെ വെണ്ട കണ്ടോ, നമ്മുടെ വെണ്ട, നമ്മുടെ ഇഞ്ചി, ഇതെല്ലാം ഇവിടെ സെറ്റാണ്. അപ്പോൾ ഈ വാഴയില ആര് വെട്ടും, ആര് മൊബൈൽ പിടിക്കും. അപ്പോൾ ഇതാണ് വാഴയില. ഞാൻ വെട്ടട്ടെ. ഇപ്പോൾ രാവിലെ മീൻകാരൻ ഇക്ക വന്നിട്ടുണ്ട്. നമുക്ക് സത്യത്തിൽ ഇന്ന് മീനൊന്നും വേണ്ട. അപ്പോൾ ഇവിടെ മീൻ ഇരിപ്പുണ്ട്. പിന്നെ അതേ നമ്മുടെ മഞ്ഞളാട്ടോ ഈ നിൽക്കുന്നത്. ഇതുപോലെ ഇവിടെ കാടായതേ. ഇത് വഴുതന. ഇത് ഏല പോകുമെന്ന് ഓർക്കണേ. ഇത് ബെഡ്ഷീറ്റും ബെഡിൻ്റെ കവറൊക്കെയാണല്ലോ അമ്മച്ചി കത്തിച്ചാന്ന് തോന്നുന്നു. പില്ലോ കവറൊക്കെയാണല്ലോ, അത് അമ്മച്ചി കത്തിച്ച് കളഞ്ഞാണ്. ഞാൻ വാഴയില വെട്ടാൻ പോയതാടാ. എവിടെ പോയതാന്ന്? എന്നാ പിന്നെ വിശേഷമൊക്കെ എന്നാ? സുഖാണോ?
ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? ഡാ മരപ്പട്ടി. മുനെ ഹായ്. വാഴയില വെട്ടി. വാഴയില അതിങ്ങനെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചാൽ മതി. മോര് കറി, ചിക്കൻ, വാഴയില, കുളിക്കാനുള്ള വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുന്നു. ഇട്ടോ? അതെങ്ങനെ? എൻ്റെ കയ്യിൽ മൊബൈലും പിന്നെ ഇതുമല്ല. ഇല്ല, അത് വെള്ളം ചാടി സൂപ്പറായിട്ട് കഴുകി കിടക്കണം. മോട്ടർ. ഓ എന്നെ ചേട്ടാ ചിന്തിച്ചോണ്ടിരിക്കണേ? എന്നെ ചിന്തിക്കണേ? ഇതിൻ്റെ പാത്രം അതിൻ്റെ അടിയിലൊക്കെ ഇരിപ്പുണ്ട്. ഇതുപോലത്തെ ഒരെണ്ണം അവിടെ ഉണ്ടല്ലോ ചേട്ടാ. അപ്പൊ ഞാൻ ഇന്നിട്ടുണ്ട് കൊണ്ട് ഡ്രസ്സ് എടുത്ത് വെക്കട്ടെ. മഴ പെയ്യും. റെഡ് അലർട്ടാ കേട്ടോ. റെഡ് അലർട്ട് പറഞ്ഞു കൊടുക്കുന്നത്. റെഡ് അലർട്ടാന്ന് ചേട്ടനോട്. ഈ പറഞ്ഞ ചേട്ടന്റെ ടാപ്പ് ഞാനാണല്ലോ കുറച്ചും മുമ്പ് കൂട്ടിയേ. എല്ലാം പറയാനുണ്ടോ? ഏതാ എന്നെ കാണണ്ടേ? ആ അപ്പടി ഇട്ടാലേ. എന്താ എനിക്ക് പക്ഷേ ബ്രദേഴ്സിലെ കുഴിമന്തിയാണ് ഇഷ്ടം. ബ്രദേഴ്സിൽ ചെന്നപ്പോൾ ബ്രദേഴ്സിലെ കുഴിമന്തി തീർന്നു പോയി. ആ ഞാൻ അങ്ങനെ എൻ്റെ കയ്യിനകത്ത് ഇത് കത്തി, ഒരു കയ്യിൽ മൊബൈല്. ഞാൻ സ്വയം ക്യാമറ ഗേളും അതുപോലെ തന്നെ സ്വയം ആർട്ടിസ്റ്റുമായിട്ടാണ് നിൽക്കുന്നത് എൻ്റെ വീഡിയോയിൽ. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ ഇതെല്ലാം ചെയ്യും? ആ എനിക്കില്ല 3-4 കവിയൊന്നും കവിയും പോട്ടെ 3-4 കൈയൊന്നും ഇല്ലല്ലോ. ആ ഈശോയുടെ അതിദാരുണമാം ചേട്ടാ കയ്യിലേക്കാ നീരാവി. ആവി ആവി ചേട്ടാ അങ്ങനെ പിടിക്കരുത്. ഞാൻ പോണേന് മുമ്പ് പോയി ഡ്രസ്സ് എടുക്കട്ടെ ചേട്ടാ. വഴി മാറ മുണ്ടയ്ക്ക് ശേഖര. എനിക്കൊരു സാരി എടുത്ത് തരുമോടാ? സാരി ഉണ്ടെന്നേ, ബ്ലൗസ് ഇല്ലെന്നേ. കുത്തിപ്പിടിച്ചിരുന്ന് തയ്ക്കണമെങ്കിലേ സമയവും ഇല്ല. വഴി മാറടാ മുണ്ടയ്ക്കൽ ശേഖര. എനിക്കൊരു തിളക്കമുള്ള, എത്ര നാൾ ഞാൻ ലൈറ്റ് കളർ ഇട്ടു, ഇന്ന് എനിക്ക് നല്ല തിളക്കമുള്ളൊരു സാരി കൊടുക്കണം എന്നൊരാഗ്രഹം. അവൻ എപ്പോഴേ കുളിച്ച്. എനിക്കൊന്ന് സ്വൈരായിട്ട് വീഡിയോ പിടിക്കാൻ അവസരം തന്നെ. ഞാനൊരു സാരി തപ്പിക്കൊണ്ടിരിക്കുക. ചേട്ടൻ എനിക്കൊരു സാരി എടുത്തു തരുമോ? ആരെങ്കിലും എടുത്തു തരുമോ? ആ എല്ലാം കൊണ്ടുണ്ട്. ചേട്ടൻ കൊണ്ടുണ്ടോ? എന്തെടുത്താലോ ഒരു നീളം കുറവാ. വഴി മാറിടാ മുണ്ടയ്ക്ക ശേഖരാ. ഇതിന് ബ്ലൗസ് പാകാണോന്ന് അറിയില്ല. അണ്ട പോയി. ഇതൊന്ന് പിടിച്ചാടാ സാരി. എൻ്റെ അമ്മച്ചി സെറ്റ് സാരി കൊടുക്കാറുണ്ട്. ഓണമൊക്കെ അല്ലേ വരാൻ പോണേ. കളുപ്പ് പറ്റിപ്പോയി. ഈ സാരി കൊടുത്തോണ്ട് പോയാൽ മതിയായിരുന്നു കഴിഞ്ഞ ദിവസം. ഇതിന് ബ്ലൗസ് ഇല്ലെന്നേ, അതാ കുഴപ്പം. ഒരു പ്രത്യേക ടൈപ്പ് സാരി അത്. സെറ്റ് സാരി എന്നൊന്നും പറയാൻ പറ്റൂല. കൊടുത്താലോ, പക്ഷെ മഴയാ, അതൊരു പ്രശ്നമാണ്. ചിങ്ങം ഒന്ന് വരട്ടെ.
ചിങ്ങ 1-ാം തീയതി കൊടുക്കാം. ഇന്ന് മാജിക്ക് വെക്ക്. എടാ ആ സാരി ഏതാടാ? ഇന്ന് മാജിക്ക് എടാ ഞാൻ അതിൻ്റെ ബ്ലൗസ് പോയി തപ്പിയിട്ട് വരാം ഇനി. അപ്പോൾ സാരി ഞാൻ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ദാ ഇത് അതിനും ബ്ലൗസൊന്നുമില്ല, കിട്ടിയ ബ്ലൗസൊക്കെ ഇടുവാണ്. അപ്പോൾ ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ടാറ്റ. അപ്പോൾ അതേ നമ്മൾ ഡ്രസ്സ് മാറി വന്നിട്ടുണ്ട്. ലഞ്ച് ബോക്സിലേക്ക് ഇതെല്ലാം എടുത്ത് വെക്കുകയായിരുന്നു. ഇനി ചാറുകറി കൂടി എടുക്കണം. അപ്പോൾ ഞാൻ ഇറങ്ങുകയായി. എൻ്റെ കണ്ണാടി ഇതിനകത്ത് കിടക്കണ്ട. ടാറ്റ. അപ്പോൾ ദാ ഞാൻ കോളേജിൽ പോകാനായിട്ട് എത്തി. കടയുടെ മുമ്പിൽ വന്നു. ഈ കടയുടെ ഓണറുടെ വീടാണ് കേട്ടോ ഈ ഗേറ്റ്. നമ്മുടെ ജോർജ് കുട്ടിച്ചേട്ടൻ്റെ വീട്. അത് ഏത് വണ്ടിയാ? ആ വിമല ചേട്ടാ ഒന്ന് തുറന്നു പിടിച്ചതാ. ഇറങ്ങ. ഓ ചുമ മാറണില്ല, ഒരു രക്ഷയും ഇല്ലാത്ത ചുമയാ. അപ്പൊ ഞാൻ കടയിലെത്തി. കോളേജിൽ ചെന്ന് കഴിഞ്ഞ് ഞാൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് മുടിയെല്ലാം കെട്ടിവെച്ചോണ്ടല്ലോ പോയേ. തലവേദന സഹിക്കാൻ പറ്റാതെ വന്നപ്പം ഞാനാ കെട്ടിവെച്ചതെല്ലാം അങ്ങടെ അങ്ങ് അഴിച്ചിട്ടു. മെഫ്താള് നമ്മൾ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടേ പോയി. അതുകൊണ്ട് തന്നെ വേദന അങ്ങ് മാറിയെങ്കിലും ഭയങ്കര ഒരു ക്ഷീണമായിരുന്നേ. അതുകൊണ്ട് പിന്നെ ഒരു ഉഷാറില്ലായിരുന്നു. ചുമ അല്ലാത്ത ചുമ, രക്ഷയില്ല. എന്തരോ എന്തോ ജീവിതത്തിന്റെ പകുതിയൊക്കെ ആയില്ലേ, ഇനിയിപ്പം പല അസുഖങ്ങളൊക്കെ വരുമായിരിക്കില്ലേ. ദിവസം കഴിച്ച് വേറെ അസുഖങ്ങളൊന്നുമില്ല, എല്ലാം കുറവ്. അതാണ് കാര്യം. കൂടുതലില്ല കേട്ടോ, അത് വലിയ കാര്യമായിപ്പോയല്ലേ. ഷുഗറൊക്കെ കൂടുതല്, പ്രഷർ കൂടുതലാന്നൊക്കെ പറഞ്ഞ്, കൊളസ്ട്രോൾ കൂടുതലാന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എന്തോ ചെയ്യുന്നത്, ഇതെല്ലാം കുറവാ. അതുകൊണ്ട് കുഴപ്പമില്ല. അമ്മച്ചി ഓക്കെ ആട്ടെ, രാവിലെ കണ്ടില്ലേ സെറ്റായി. അമ്മച്ചി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അമ്മച്ചിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. മരുന്ന് അമ്മച്ചി ആ മരുന്ന് കളയാതിരിക്കുമായിരുന്നെങ്കിൽ അതിൽ കഫത്തിന്റെ ഒരു ഗുളിക ഉണ്ടായിരുന്നു. നല്ല സൂപ്പർ ഗുളികായിരുന്നു, എനിക്ക് കഴിക്കായിരുന്നു. കളയാതിരിക്കായിരുന്നു, ഞാനത് കഴിച്ച കഫം മാറ്റിയെടുത്തേനെ. എനിക്ക് അതേ സെയിം ഗുളിക ഡോക്ടർ തന്നിട്ടുള്ളതാ കഫക്കെട്ടുമായിട്ട് തലവേദനയായിട്ട് ഇവിടെ ഈ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേ. അതങ്ങനെ. എന്താണെങ്കിലും ഇന്ന് അധികം മഴയൊന്നും പെയ്തില്ല. മഴ പെയ്തു, പക്ഷെ വലിയ മഴയൊന്നും പെയ്തില്ല. പിന്നെ എല്ലാവരുടെ കമന്റ് ഒക്കെ കണ്ടിട്ടോ, ഒത്തിരി സന്തോഷമുണ്ട്. ഒരുപാട് കമന്റ്, ഒത്തിരി പേര് പല സജഷൻസും പറഞ്ഞ് പല നിർദ്ദേശങ്ങളും പറഞ്ഞ് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒത്തിരി ഇഷ്ടപ്പെട്ടു. എല്ലാവരും നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ അഭിപ്രായങ്ങളൊക്കെ വരുന്നത്. നല്ല കാര്യമാണ്, അതിനെല്ലാവർക്കും താങ്ക്സ്. നിങ്ങൾ പറഞ്ഞ സജഷൻസ്, നമ്മളെല്ലാവരും ഇരുന്ന് സംസാരിക്കാറൊക്കെ ഉണ്ട്. നമ്മളൊന്നിച്ചിരുന്ന് ടി വി ഒക്കെ കാണാറുണ്ട്. ടി വി കാണുമ്പോഴൊന്നും ഞാൻ വീഡിയോ എടുക്കാറില്ല, കാരണം കോപ്പിറൈറ്റ് കിട്ടത്തില്ലേ. അതുകൊണ്ട് ഞാൻ ടി വി കാണുമ്പോഴൊന്നും വീഡിയോ എടുക്കാറില്ല. അപ്പം നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് ഒക്കെയാ. പിന്നെ ഇപ്പോഴാണ് അമ്മച്ചി അങ്ങോട്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടി, അമ്മച്ചിക്ക് കഫക്കെട്ടൊക്കെ കൂടുതലായതുകൊണ്ടും പിന്നെ അമ്മച്ചി മെന്റലി ഭയങ്കര ടയേർഡ് ആയതുകൊണ്ടും ഒക്കെയാണ് അമ്മച്ചിയുടെ പേരില് മറ്റേ അമ്മച്ചിയുടെ അപ്പനും അമ്മയും സ്ഥലമൊക്കെ എഴുതി വെച്ചതില് എന്നിട്ട് അമ്മച്ചിക്ക് അതൊന്നും കിട്ടിയില്ല. ചോദിച്ചിട്ട് അപ്പൊ അമ്മച്ചിയുടെ പേരിലൊക്കെ ഈ അടുത്ത കാലത്ത് ഒരു കേസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അമ്മച്ചിയുടെ പേരിൽ ഒരു ക്രിമിനൽ കേസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും കോമഡി, അതിന് എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യ. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോ അതൊക്കെ ഇല്ലാണ്ടായിട്ടോ. പക്ഷെ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അമ്മച്ചി മെന്റലി ഇതായി പോയത്. അല്ലാതെ നമ്മുടെ വീട്ടിലെ പ്രശ്നം കൊണ്ടൊന്നുമല്ല. നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അമ്മച്ചി ഹാപ്പിയൊക്കെ ആയിരുന്നു. പക്ഷെ എപ്പോഴും ഈ 19 വയസ്സ് മുതൽ ഇങ്ങനെ ഈ എന്തുവാണ് ഇത് തന്നെ കേൾക്കുമല്ലോ, ഒന്നും കൊണ്ടുവരാതെ കയറി വന്നവള്, അല്ലെങ്കിൽ ഒന്നും ഇല്ലാതെ കയറി വന്നവളെന്നുള്ള ഈ 19 വയസ്സ് മുതലേ ഇങ്ങനെ കേൾക്കുവാണ്. അമ്മച്ചിയുടെ അമ്മായിമ്മയുടെ വായിൽ നിന്നും നാത്തുമാരുടെ ഭാഗത്തു നിന്നും, അതുപോലെ തന്നെ അപ്പയാണെങ്കിലും ഒക്കെ പറയും. അപ്പൊ ഇങ്ങനെ കേട്ട് 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 ഒന്നും ഇല്ല. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ ഒരു സന്തോഷം. അത് ഇതുവരെ ആയിട്ട് കൊടുക്കാൻ ആളില്ല, അല്ലെ കിട്ടാൻ ആളില്ല എന്നൊക്കെ പറയുമ്പോൾ കൂടപ്പിറപ്പുകൾ ആരും കൂടെ ഇല്ല എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉള്ള ബുദ്ധിമുട്ടും, അതിന്റെ കൂടെ ഇങ്ങനെ ഒരു കേസുകൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മച്ചി ആകെ അങ്ങ് തകർന്നു പോയി. ഭയങ്കരമായിട്ട് മെന്റലി ഷോക്ക്ഡ് ആയി, അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആയിന്നോ ഒക്കെ പറയാം. പുറമേക്ക് ഇങ്ങനെ ഒന്നും പറയില്ലെങ്കിലും പൊട്ടിക്കരയോ അങ്ങനെയൊന്നുമില്ല. വിഷമം ഇങ്ങനെ ഉള്ളിൽ ഒതുക്കുന്ന ഒരാളാ അമ്മച്ചി പണ്ട് മുതലേ. ഒരു ഫീലിങ്സ് പുറമെ എക്സ്പ്രസ് ചെയ്യത്തില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോ അമ്മച്ചിയുടെ ഫീലിങ്സ്, വിഷമമൊക്കെ ദേഷ്യ രൂപത്തിലാണ് നമ്മളോട് പ്രകടിപ്പിക്കുകയുള്ളൂ. ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും, ചില സമയത്ത് ശപിക്കും, അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്വഭാവം ഉണ്ട് ഇത്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പം അമ്മച്ചിക്ക് ഭയങ്കര ഡിപ്രഷനായി. എന്നെയൊന്നും അല്ല കേട്ടോ ശപിക്കുന്നത്, എന്നോട് ദേഷ്യപ്പെടുക മാത്രമേ ചെയ്യത്തുള്ളൂ. കിട്ടണ വെച്ച് നല്ല അടിയിൽ തരുമായിരുന്നു. ഇപ്പോഴാണെങ്കിലും ആരോഗ്യമായിട്ട് നല്ല അടി തരും കേട്ടോ. എനിക്ക് അമ്മച്ചിയുടെ അടുത്ത് വയ്ക്കാനൊരു ചെറിയ പേടിയൊക്കെ ഉണ്ട്. കിട്ടണ വെച്ചിട്ട് തന്നെ അപ്പ വടി കാണിച്ച് പേടിപ്പിക്കുള്ളായിരുന്നു. പക്ഷെ അമ്മച്ചി നല്ല വെച്ച് തരുമായിരുന്നു.
അയ്യോ, പണ്ട് എന്റെ ചെറുപ്പത്തിൽ ഒരു സംഭവം ഉണ്ട്. ചെറുപ്പത്തിൽ ഇതുപോലെ ഈ പ്രളയം കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. ഞങ്ങളുടെ അവിടെ കനാലൊക്കെ വരാതെ പറമ്പൊക്കെ ആയിട്ട് കിടന്ന സമയത്ത് കനാല് പകുതി വന്ന് അക്വഡേറ്റിന്റെ പകുതിയൊക്കെ വന്ന് നിർത്തി. കനാലിന്റെ പണിയൊക്കെ പുരോഗമിക്കുന്ന ഒരു സമയത്ത് ആ, നമ്മുടെ പഴയ റോഡൊക്കെ അങ്ങ് വഴിമുട്ടി പോയിട്ട് പുതിയ റോഡിലേക്കൊക്കെ വന്നപ്പം അവിടെ ക്ലോസ്ഡ് ആയി കിടക്കും. അപ്പൊ നല്ലൊരു മഴക്കാല. അപ്പൊ ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു നഴ്സറി ഉണ്ട്. നഴ്സറി, ഒരു മുറി നഴ്സറി, അതിനോട് ചേർന്ന് തന്നെ അടുത്ത മുറി പോസ്റ്റ് ഓഫീസ്, ഓപ്പോസിറ്റ് ഒരു പൊടിമില്ല്, പൊടി ആട്ട് കുത്ത് ഒക്കെ ഉള്ള ഒരു മില്ല്, അവലൊക്കെ കുത്തുന്ന, അവലിടിക്ക അവലൊക്കെ ഇടിക്കണം മില്ല. രാജപ്പൻ ചേട്ടനും അതിന്റെ മകൻ ജിനോദി ചേട്ടായി, എന്റെ ചേട്ടായുടെ കൂടെ പഠിച്ച ചേട്ടായിയാ. ചേട്ടായി 9ാം ക്ലാസ് 10ാം ക്ലാസ് കഴിഞ്ഞ വഴി മില്ലില് ആയി. രാജപ്പൻ ചേട്ടന് പൊടി അലർജി ആയി കഴിഞ്ഞപ്പോഴേ. അപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ അവലൊക്കെ തരുമായിരുന്നു കേട്ടോ ആ ചേട്ടായി. പിന്നെ അവിടെ പറ വെച്ച് വരുമായിരുന്നു. എന്റെ ചെറുപ്പത്തിൽ ആനയൊക്കെ കൊണ്ടുവന്ന് പറ വെച്ച് വരും. അപ്പം അതിലെ പ്രസാദം ഉണ്ടല്ലോ, അവലും മലരും ശർക്കരയും പഴമൊക്കെ അരിഞ്ഞിട്ട്, അതൊക്കെ ഞങ്ങൾ പിള്ളേർക്ക് അരിച്ചാൽ ഞങ്ങൾ എപ്പോഴും നഴ്സറി വൈകുന്നേരം 3 മണി വരെയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. അതിലിപ്പം ടീച്ചറെ നഴ്സറി അടച്ചിട്ട് ചന്ദ്രിക ടീച്ചർ മൂവാറ്റുപുഴക്കാരിയാ. ടീച്ചർ അങ്ങ് പോകൂല. അത് കഴിയുമ്പോൾ ഞങ്ങൾ എല്ലാവരും കളിയാ, സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് നഴ്സറി മുറ്റിട്ട് ഇങ്ങനെ കളിയാ. അപ്പൊ മില്ലിന്നൊക്കെ തരും. അപ്പൊ ഞാനീ പറഞ്ഞ അന്ന് കനാൽ പണിയൊക്കെ വന്ന റോഡ് വഴിമുട്ടി കിടക്കുക ഈ മില്ലിന്റെ ഭാഗത്ത്, നഴ്സറിയുടെ ഭാഗത്തായിട്ട്. അപ്പൊ അവിടെ ഈ മഴക്കാലത്ത് നിറച്ച് വെള്ളം അങ്ങ് വന്ന് കെട്ടി. ഓപ്പോസിറ്റ് ഒരു റബ്ബർ തോട്ടം, അതിന്റെ നടുക്കൊരു വീടുമാണ്. 8-10 ഏക്കർ സ്ഥലമുള്ള ഒരു റബ്ബർ തോട്ടം, അവിടെ ഒരു വീടുമാണ്. അപ്പൊ ഈ റബ്ബർ തോട്ടത്തിൽ നിന്നും ഒക്കെ ആയിട്ട് പാമ്പൊക്കെ ഇറങ്ങി വരില്ല. നമ്മൾക്ക് ആ ചിന്തയൊന്നുമില്ല. അപ്പൊ ചെറുപ്പത്തില് കുഞ്ഞലയുണ്ട്, വാവയുണ്ട്, സൂര്യ, സൂരജ്, രാജി, രാജേഷ്, ജോസ്ലി, അങ്ങനെ കുറെ പിള്ളേരുണ്ടായിരുന്നു. ഞങ്ങള് എല്ലാരും കൂടെ ഒരു രസം ഈ വെള്ളത്തിൽ ചാടി കളി അങ്ങ് തുടങ്ങി. ഞാനൊക്കെ ചെറുതാ, പക്ഷെ എനിക്കൊക്കെ ഇത്രയൊക്കെ വെള്ളമുണ്ട്. കലക്ക വെള്ളം എന്ന് വെച്ചാൽ ചെളി വെള്ളം, അഴുക്ക വെള്ളം. അന്ന് നമുക്ക് അങ്ങനെയൊന്നും അറിയത്തില്ലല്ലോ. ചെളി തുടങ്ങിയപ്പോ അമ്മച്ചി എന്റെ വീട്ടിൽ നിന്ന് ഒരു ഇച്ചിരി ജസ്റ്റ് ഒന്ന് മാറി അവിടെ. ഇപ്പൊ നഴ്സറി ഒന്നും ഇല്ല, ആ കെട്ടിടമൊക്കെ ഇടിച്ചു പൊളിച്ച് കളഞ്ഞു. എനിക്ക് അവിടെ പോയി ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല. എന്നിട്ട് അമ്മച്ചി വലിയൊരു കൊന്നപ്പത്രം എടുത്ത് പെരുത്ത് എന്റെ കയ്യിലെ വണ്ണമുള്ള കൊന്ന ഇങ്ങോടിച്ചിട്ട് ചന്നം പിന്നെ അവിടെ ഇട്ട് അങ്ങ് അടിച്ചു. ഞാൻ അത് ഓർക്കുമ്പോ ഇപ്പോഴും പേടിയാ. എന്നെ തലടാനോട് ബാക്കിയുള്ള അങ്ങ് ഓടിക്കളഞ്ഞ്. പക്ഷെ അന്ന് അമ്മച്ചിയോട് ദേഷ്യം തോന്നിയെങ്കിലും ഇന്ന് അതിന്റെ റീസൺ, അന്ന് ഒരു പാമ്പ് വരുമോ വെള്ളത്തിലേക്ക് ഇറങ്ങിയോ അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ല. എന്റെ ദൈവം, വല്ല പാമ്പം വന്ന് കാല് ചുറ്റിയായിരുന്നുള്ള അവസ്ഥ ആലോചിച്ച് നോക്കുക. അവിടെയാണ് ആ ഏരിയ ഫുള്ള് പാമ്പൊക്കെ ഉള്ളൊരു പ്രദേശം നമ്മുടെ നാട്. ഇഷ്ടംപോലെ പാമ്പുകളുണ്ട്. മൂർക്കം പാമ്പ് തൊട്ട് എല്ലാ പാമ്പും ഉള്ള ഒരു ഏരിയ ആയിരുന്നു. ഇപ്പൊ അവിടെ എല്ലാം ഒരുമാതിരി എല്ലായിടം തെളിഞ്ഞു. എന്നാണെങ്കിലും അങ്ങനെ അതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. പിന്നെ ഇഷ്ടംപോലെ ചന്നം പിന്നെ അടിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പൊരുത്തക്കേടുണ്ടായിരുന്നു എനിക്ക് നല്ല രീതിയിൽ. അപ്പം അങ്ങനെയുള്ളൊരു ടൈപ്പാണ്. പിന്നെ എന്റെ ചേട്ടായിനെ നമ്മച്ചി അങ്ങനെ കൊഞ്ചിച്ചുള്ള ഓർമ്മയൊന്നും എനിക്കില്ല കേട്ടോ. ഞങ്ങളെ ഒന്ന് എടുത്ത് ചോറൊക്കെ വാരി തരുമായിരുന്നു. അല്ലാതെ ഇങ്ങനെ കൊഞ്ചിക്കാനോ അങ്ങനെയൊന്നും സ്നേഹം എക്സ്പ്രസ് ചെയ്യാനൊന്നും അറിയത്തില്ല. പിന്നെ അസുഖങ്ങളൊക്കെ വന്നാൽ നോക്കുമെങ്കിലും അങ്ങനെ ചേർന്നിരുന്ന് തലോടുവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ഞങ്ങള് 2 മക്കളായിരുന്നു. അങ്ങനെ എന്റെ ബ്രദർ മരിച്ചുപോയി. അവരിവിടെ അല്ലായിരുന്നു, അവര് ഏറ്റുമാനൂരായിരുന്നു കേട്ടോ. ചേട്ടായി കല്യാണം കഴിഞ്ഞ് 2008 എന്നെയൊക്കെ ഞാൻ പഠിച്ചിരിക്കുന്ന സമയത്ത് കല്യാണം കഴിഞ്ഞ അവരൊരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അവരങ്ങോട്ട് സെറ്റിൽഡ് ആയി പോയി ഏറ്റുമാനൂർക്ക്. പിന്നെ നമ്മളുണ്ടായിരുന്നുള്ളൂ. ആ ഒരു റീസൺ കൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് വീടെല്ലാം നിൽക്കേണ്ട വന്നതൊക്കെ. പിന്നെ അതാണ് ഇപ്പൊ അമ്മച്ചി കണ്ടല്ലോ, വീഡിയോയിൽ കണ്ടല്ലോ, ഉഷാറായിട്ടുണ്ട്, എഴുന്നേറ്റ് വന്ന് സംസാരിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പോയി കഴിയുമ്പോ പുള്ളിക്കാരി പതുക്കെ. പിന്നെ അങ്ങനെ ഒറ്റയ്ക്കിരിക്കുവല്ല അമ്മച്ചി, ഒറ്റയ്ക്കിരിക്കാതെ അമ്മച്ചി ഒറ്റയ്ക്കിരിക്കുന്നതുകൊണ്ട് അമ്മച്ചി അടുത്ത വീട്ടിലൊക്കെ പോയിരുന്ന് ഭയങ്കര വാചകടി സംസാരമൊക്കെ ഉണ്ട്. എല്ലാ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പുറത്തെ വീട്ടിലൊക്കെ പോയിരുന്നിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും. നമ്മൾ ചെല്ലുമ്പോൾ പുള്ളിക്കാരി വീട്ടിലുണ്ടാവുമെങ്കിലും പകല് ഇറങ്ങിപ്പോയി സംസാരിക്കുകയോ കാര്യങ്ങൾ എടുക്കുകയോ പെറുക്കുകയോ ഒക്കെ ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ കഫക്കെട്ടിന്റെ ഒരു പ്രശ്നമുള്ളൂ. അതിനുള്ള ഗുളികയാണ് പുള്ളിക്കാരി എടുത്ത് മാറ്റിയത്. ഭയങ്കര കോമഡിയായിട്ട് എനിക്ക് സങ്കടം തോന്നിട്ടോ. സത്യം പറയാം, എനിക്ക് ദേഷ്യമാണോ സങ്കടമാണോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ പോണു. പിന്നെ അതാണ് നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. കുറെ ഇങ്ങനെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലൂടെ അല്ലെങ്കിൽ ഒരുപാട് സിറ്റുവേഷൻസിലൂടെ കടന്നു വന്ന് ഇപ്പോഴും ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേ ഇരിക്കുവാണ്. പിന്നെ ചേട്ടൻ ഇപ്പൊ കടയിലില്ല കേട്ടോ. ചേട്ടന്റെ നല്ല മനസ്സുകൊണ്ട് മാത്രം ഇപ്പൊ നമ്മൾ കുറച്ച് സമാധാനപൂർവ്വം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എന്തായിരുന്നു അപ്പുറത്തൊക്കെ ആയിരുന്നപ്പം രാത്രിയിൽ എത്രയോ രാത്രികളിൽ ഞാൻ എഴുന്നേറ്റിരുന്നിട്ടുണ്ട്. എനിക്ക് വീഡിയോ ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പല സൗണ്ടുകൾ കേൾക്കുമ്പോഴും നമ്മുടെ ബാസ്റ്റുവിന് ആ പരിസരത്ത് ഒരു മനുഷ്യന്റെ മണ്ണടിച്ച് നന്നായിട്ട് കുരയ്ക്കും. പക്ഷെ പകലാണെങ്കിൽ നമ്മളത് കാണാറുണ്ട്. ഗേറ്റിന്റെ അതിലേക്ക് ആരെങ്കിലും ഗേറ്റിന്റെ അവിടെ എത്തിയാൽ പോലും അവൻ കുരയ്ക്കാറുണ്ട്. അത് നമ്മുടെ ഹൗസ് ഓണർ ചേട്ടനും ചേച്ചിയൊക്കെ വരുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങള് ഗേറ്റിന്റെ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഇവൻ കുരച്ചല്ലോ എന്ന്. ഇവൻ കാണുന്നൊന്നും ഇല്ലല്ലോ, പക്ഷെ അവൻ അറിയാം അത് സ്മെല്ല് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ അവരുടെ കേൾവിയുടെ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഈ രാത്രിക്ക് ഇവൻ വല്ലാതെ കുരയ്ക്കുമ്പോഴേ
ഞാൻ എഴുന്നേറ്റിരിക്കും. കാരണം ആൻസ് അമ്മച്ചൊക്കെ കിടന്ന് ഉറങ്ങുമായിരിക്കും. ഞാൻ ആൻസിനെ കുളിക്ക് വിളിക്കും, പക്ഷെ അവൻ അങ്ങനെ എഴുന്നേക്കാറൊന്നുമില്ല. പക്ഷെ അവനെ സ്കൂളിൽ പോണ കൊച്ചു കുട്ടിയല്ലേന്ന് ഓർത്ത് പിന്നെ മിണ്ടത്തില്ല. അപ്പൊ ഞാനിങ്ങനെ എഴുന്നേറ്റ് ഉറക്കമില്ലാതെയൊക്കെ ഇരിക്കുമായിരുന്നു, പേടിയായിട്ട്. കാരണം എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിലൊന്നും നമ്മള് കടന്നു വരുമെന്ന് ചിന്തിച്ചിട്ട് പോലും ഇല്ലല്ലോ. ചിലപ്പോ എല്ലാവരോടും എനിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുത്തിയവരോടൊക്കെ വല്ലാതെ ദേഷ്യം തോന്നിയിട്ടുണ്ട്. കാരണം കിടക്കാനൊരിടം തന്നാ മതിയായിരുന്നു, അത് നിഷേധിക്കപ്പെട്ടു ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞപ്പോ. അത് ഓർക്കുമ്പോ ഇപ്പോഴും നല്ല രീതിയിൽ കണ്ണു നിറയാറുണ്ട്, ഇപ്പോഴും കണ്ണു നിറഞ്ഞ. അപ്പൊ അങ്ങനെയുള്ള കുറെ സിറ്റുവേഷനിലൂടെ കടന്നു വന്നതായതുകൊണ്ടേ പലരും പറയും നമ്മള് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചിരിച്ചുകൊണ്ട് പറയുമെന്ന്. പക്ഷെ ഉള്ളില് നല്ല വേദനയുണ്ട്. അപ്പൊ നമ്മളെ കടന്നു വന്ന വഴി ഇങ്ങനെ ഓർത്ത് കഴിയുമ്പോഴത്തേക്കും സങ്കടങ്ങൾ വരാറുണ്ട്. പിന്നെ ഇനിയിപ്പൊ പിന്നാമ്പുറത്തേക്ക് നോക്കിയിട്ട് കാര്യമില്ലാന്ന് പറയും. പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് പൊറുക്കാനൊക്കെ പറ്റും, പക്ഷെ ജീവിതത്തിൽ അത് മറക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇങ്ങനെ കടന്നു പോന്നു. ഷോ, ഈ സാരി ഇട്ടിട്ട് ഈ കണ്ണാടി ഞാൻ തുടയ്ക്കാനും പറ്റത്തില്ല. അപ്പം അതാണ് ഞാൻ എന്റെ ജീവിതത്തിലെ സിറ്റുവേഷൻ ഉണ്ടായ ഓരോ സാഹചര്യത്തിൽ നിന്നുമാണ് ഞാൻ ഓരോ കാര്യങ്ങൾ പഠിച്ചെടുത്തത്. അത് വെച്ചാണ് ഞാൻ മറ്റുള്ളവരെ വിലയിരുത്തുന്നത്. ചിലരെ ഓർത്ത് സഹതാപം തോന്നാറുണ്ട്. ഒന്നും അറിയാതെ വെറും കഥകളി ആടുന്ന ചിലരെ കാണുമ്പോൾ സഹതാപം തോന്നാറുണ്ട്, സ്നേഹം തോന്നാറുണ്ട്. ചിലരെ ഓർത്ത് ദേഷ്യം തോന്നാറുണ്ട്, ചിലരെ കാണുമ്പോൾ ദേഷ്യം തോന്നാറുണ്ട്. ഇവരെന്താ ഇങ്ങനെ, പ്രവൃത്തിയും പറച്ചിലും രണ്ടും രണ്ടാണല്ലോ എന്ന് ഓർക്കാറുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഞാന് എന്തുവാ, ഭാവിയിലെ ചില പുസ്തകങ്ങളൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവാർഡിനുള്ള വകയുള്ള കുറെ കാര്യങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. അപ്പം അങ്ങനെ കുറെ ഓരോ സാഹചര്യങ്ങളാണല്ലോ നമ്മളെ ഓരോന്ന് പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു കുഴപ്പവും ഇല്ല. വരുന്നതിന് വരുന്നിടത്ത് വെച്ച് കാണാം, അതായിരുന്നു പണ്ടുള്ള രീതി. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ, വരുന്നിടത്ത് വെച്ച് കാണാം. അങ്ങനെ അതിലൂടെയൊക്കെ അങ്ങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതില് ഇപ്പൊ കുറെ പേരുടെ സപ്പോർട്ടുണ്ട്, നിർദ്ദേശങ്ങൾ നിർദ്ദേശിക്കാൻ കുറെ ചേച്ചിമാർ എനിക്കുണ്ട്, അമ്മമാർ എനിക്കുണ്ട്. 60 വയസ്സ് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കാണുന്നവരുടെ ഏജ് അറിയാൻ പറ്റൂട്ടോ. ഇത്ര ഏജിന് മുകളിലേക്കുള്ളവർ ഇത്ര പെർസെന്റേജ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്നൊക്കെ. അപ്പൊ അത് കാണുമ്പോൾ ഒത്തിരി അതില് ഫീമെയിൽസ് ആണ്, പെണ്ണുങ്ങളാണ്, സ്ത്രീകളാണ് കൂടുതലും നമ്മുടെ വീഡിയോ കാണുന്നത്. ബോയ്സ് അല്ലെങ്കിൽ പുരുഷന്മാരധികം പേര് കാണാറില്ല, ഒരു നിശ്ചിത ശതമാനം മാത്രമേ ഉള്ളൂ. അതിൽ സ്ത്രീകളിലൊരു 60 വയസ്സിന് മുകളിലേക്കുള്ളവരൊക്കെ ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്. പിന്നെ ഒരു 25 to 34 ഒക്കെ ഏറ്റവും കൂടുതൽ അതാന്ന് തോന്നുന്നു കാണുന്നത്. 34, 36 വരെ കണ്ട് കാണുന്നുണ്ട്. അപ്പം ഇതിലൂടെ നമുക്ക് ഒത്തിരി അനിയത്തിമാരും കുറെ അമ്മമാരും കുറെ ചേച്ചിമാരും ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവരുണ്ട് എന്നൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. ഞാൻ ഒത്തിരി നാളോട് കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് റിക്വസ്റ്റിൽ വന്ന് കിടക്കുന്നു. നമ്മൾ ഫോളോ ചെയ്യാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ ഈ വീഡിയോ ഇട്ടിട്ട് അങ്ങ് പോകുന്നല്ലാതെ, അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ മുന്നിൽ കാണുന്ന വീഡിയോക്ക് കമന്റ് ചെയ്യുമെന്നല്ലാതെ അതിൽ കയറി അധികം നേരം ഇരിക്കാറില്ല. ഞാൻ കൂടുതലായിട്ട് യൂട്യൂബിനകത്തായിരിക്കും ഇരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളവരൊക്കെ കുറെ പേര് മെസ്സേജ് ഇട്ട് ഈ അടുത്ത കാലത്തൊക്കെ എന്റെ സിറ്റുവേഷനിലൂടെ കടന്നുപോയ ഒരു മെസ്സേജ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ കംപ്ലീറ്റ് ചെയ്യുക, വന്നൊരു നോട്ടം നോക്കുന്നത് കണ്ടു. ചേട്ടൻ ബിസിയാണ് മക്കളെ, ബിസിയാണ്. ഞാൻ വരുമ്പോ ചേട്ടൻ ഇവിടെ ഇല്ല, കടയൊക്കെ താഴ്ത്തിയിട്ടേക്കോ. ഞാനെന്ന് വെച്ചാൽ ഷട്ടർ കഷ്ടപ്പെട്ട് പൊക്കി, കുറെ ചുമയും ചുമച്ചു. ആ പൊക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് പൊക്കിയത് നന്നായെന്ന് തോന്നി. നല്ല പഴംപൊരി ഇങ്ങനെ ഇരിക്കുവാണ്. പക്ഷെ രതീഷ്, എഴുന്നേൽക്കൂ രതീഷ് എന്ന് പറയുന്ന അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്ന പഴംപൊരി ആക്കി. അത് ഒരുപാട് പഴുത്ത പഴംപൊരിയാ ചേട്ടാ. ഇത് കണ്ടോ, കണ്ടോ, നല്ല കട്ടിയുണ്ട്, പക്ഷെ നന്നായിട്ട് പഴുത്ത പഴം. എഴുന്നേക്കൂ രതീഷ്, എഴുന്നേക്കൂ രതീഷ്. ഇതെനിക്ക് കഴിക്കാനാട്ടോ, തിരിച്ചു വെക്കാൻ. വേണോ പഴംപൊരി? ഞാനിന്ന് ചേട്ടനോട് പറഞ്ഞു കോളേജിൽ ഇരുന്നപ്പോ, ചേട്ടാ എനിക്ക് ഇച്ചിരി ഏത്തപ്പഴം വാങ്ങിച്ചു തരാവോ, ഇച്ചിരി സൺഫ്ലവർ ഓയിൽ. ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് ഇച്ചിരി ഏത്തപ്പഴം വാങ്ങിച്ചു തന്നാ മതി, ഞാൻ സൺഫ്ലവർ ഓയിൽ വാങ്ങിച്ചു തന്നാ മതി, വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലല്ലേ, വീട്ടിലേക്ക് വെളിച്ചെണ്ണ തീർന്ന് വഴക്ക് പറയും. പകുതി കഴിക്കും, ഞാനൊന്നും കഴിച്ചത് അതുകൊണ്ടാ. പകുതി കഴിക്കുന്നേ, ഇച്ചിരി കഴിക്കുന്നേ. വെള്ളമാണ് കുടിച്ചോളൂ. ചേട്ടൻ ചോറ് കൊണ്ടുവന്നില്ലല്ലോ എന്നാ. ഇച്ചിരി കഴിക്കുന്നേ, എന്നോടുള്ള സ്നേഹം കൊണ്ട്. നല്ല രീതിയിൽ എണ്ണയുണ്ട്. അയ്യോ, ഞാൻ എന്നെ പറഞ്ഞു വന്നെന്ന് മറന്നുപോയി. എന്നാ ഞാൻ പറഞ്ഞോണ്ടിരുന്നേ? അതിന് മുമ്പ് എന്താ പറഞ്ഞോണ്ടിരുന്നപ്പോഴാ ചേട്ടൻ കയറി വന്നേ. എന്നാന്ന് പിന്നെ കമന്റ് ഇട്ടാ മതി, ഞാൻ ബാക്കി നാളത്തെ വീഡിയോയിൽ പറയുന്നതായിരിക്കും. എനിക്ക് നല്ല ചൂട് പഴംപൊരി തിന്നാൻ തോന്നി.
അപ്പൊ എനിക്ക് ഇച്ചിരി ഏത്തപ്പഴം വാങ്ങിച്ചു, സൺഫ്ലവർ ഓയിൽ വാങ്ങിച്ചാ വീട്ടില് ഗോതമ്പ് പൊടി ഇരിപ്പുണ്ട്. ഞാനതിന് നോക്കി പഴംപോളി ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞു. ചേട്ടന്റെ ആർക്ക് ഒന്നും പറഞ്ഞില്ല. അന്നേരം ഇവിടെ വന്നു കഴിഞ്ഞപ്പോ പഴംപോളി എന്നോ ഷട്ടർ കഷ്ടപ്പെട്ട് ചമച്ച് കുറച്ച് പൊക്കി. ഞാനങ്ങ് പൊക്കി. അന്നേരം ദേ പഴംപോളി. പിന്നെ ഒന്നും നോക്കില്ല, നേരെ വന്ന് എടുത്ത് തിന്നോണ്ടിരുന്നപ്പോഴേ ചേട്ടൻ കയറി വന്നു. അപ്പൊ ബാക്കി വിശേഷം കൊണ്ട് നാളെ വരാട്ടോ. എന്നായിരുന്നു പറഞ്ഞോണ്ടിരുന്നെന്ന് കമന്റ് ഇടണേ. ബായ്. അയ്യോ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാത്തിനും ഉപരിയായിട്ട് കമന്റ് എല്ലാവരും തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. വീണ്ടും പുതിയ വിശേഷം പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഡിസൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്. ബൈ.